നമ്മൾ ഈ അരക്കൻ ആർമിയെക്കുറിച്ച് കുറേ വീഡിയോകൾ ചെയ്തു. അതിൽ നമ്മൾ വളരെ ശ്രദ്ധേയമെന്ന നിലയിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞത്, അരക്കൻ ആർമി ഒരു പ്രാകൃത സേനയായിരുന്നു. ചെരുപ്പില്ല ചിലവർക്ക്, ഉള്ളത് വള്ളിച്ചെരുപ്പ്, ഉടുപ്പില്ല. അങ്ങനെയൊക്കെയുള്ള അരക്കൻ ആർമി വളരെ പെട്ടെന്ന് ഒരു ആധുനിക സൈന്യത്തെ പോലെ രൂപം മാറി. കവചിത വാഹനങ്ങളുണ്ടായി, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വന്നു, വല്ല ഗം ബൂട്ടുകൾ പോലെയുള്ള, ഗംബൂട്ടാണോന്ന് അറിയത്തില്ല, മിലിറ്ററി ഉപയോഗിക്കുന്ന പോലെയുള്ള ബൂട്ടുകൾ, യൂണിഫോമൊക്കെ വന്ന് അരക്കൻ ആർമി അടിമുടി മാറി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബാങ്കോക്കിൽ വെച്ച് അരക്കൻ ആർമിയുടെ ആളുകളും ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥരും തമ്മിൽ ചില ചർച്ചകൾ നടന്നിരുന്നു എന്ന് 2 മാസം മുമ്പ് എന്നൊരു കാര്യം നമ്മളൊന്ന് പറഞ്ഞു. അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് ഒരു രാജ്യസഭാ അംഗമോ അതോ ലോകസഭാ അംഗം, പാർലമെൻറ്റ് രാജ്യസഭാ അംഗം, ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ്, രാജ്യസഭാ അംഗം അങ്ങോട്ട് പോയിരുന്നു. അതുകൂടാതെ അവിടുന്ന് ഒരു സംഘം ഇങ്ങോട്ട് വന്നിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതിൻ്റെ ഒന്നും ഒരു ഡീക്ലാസിഫൈ ചെയ്ത വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ് ഒന്നും അല്ല, എന്നാൽ പോലും അങ്ങനെ പബ്ലിക് ഡൊമൈനിലൊന്നും അതിൻ്റെ ഡീറ്റെയിൽസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് രാജ്യസഭാ അംഗം ഒരാൾ, പ്രത്യേകിച്ച് അരക്കനുമായിട്ടൊക്കെ സംസാരിക്കാൻ അവരുടെ പ്രാദേശിക ഭാഷയും അവരുടെ ഒരു ഗോത്ര സ്വഭാവവും ഒക്കെയുള്ള ഒരാളായിരിക്കണം പോയിരിക്കുന്നത്. അങ്ങനെ പോയിരിക്കുന്ന MP ആരാണെന്നുള്ളത് ഞാൻ സർവത്ര തിരഞ്ഞു, കിട്ടിയില്ല. ആരായിരിക്കും MP? കെ വൻലാൽ വേന എന്ന് പറഞ്ഞ MP ആണ് പോയത്. ആ മേഖലയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ്. അദ്ദേഹം മിസോ നാഷണൽ ഫ്രണ്ടിന്റെ രാജ്യസഭ അംഗമാണ്. NDA ഘടകകക്ഷിയാണല്ലേ? ഇന്ത്യയുടെ ഘടകകക്ഷിയാണ് മിസോ നാഷണൽ ഫ്രണ്ട്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 54 വയസ്സാണ്. അദ്ദേഹം അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, പ്രസിഡന്റ് ആയിരുന്നു. അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ് വന്നത്. 2002 രാഷ്ട്രീയമൊക്കെ തുടങ്ങിയത്. അവരുടെ യൂത്ത് വിങ്ങിൻ്റെയും ഒക്കെ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഈ മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ MP ആയി ഇദ്ദേഹമാണ് നമ്മുടെ ഒരു മധ്യസ്ഥൻ അരക്കൻ ആർമിയുമായിട്ട്. ഇദ്ദേഹം ഈ ബൂട്ടിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ലേ, നല്ല വേഷത്തിൽ, ആ നല്ല വേഷത്തിൽ ആ അരക്കൻ ആർമിയുടെ കൂടെ നിൽക്കുന്ന ഒരു ചിത്രം അവൈലബിൾ ആണ്. അത് ശരി, നമുക്ക് കൊടുക്കാം. അപ്പോൾ അദ്ദേഹം മിസോറാമിൽ നിന്നുള്ള ഏക രാജ്യസഭാംഗമാണ് അദ്ദേഹം ഈ നേരത്തെ ഇങ്ങോട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, സെപ്റ്റംബറിൽ ഒരു സംഘം ഇവിടെ വന്നിരുന്നു അരക്കൻ ആർമിയുടെ. അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു സെമിനാർ നടത്തി, വിദേശകാര്യ വകുപ്പ്. അപ്പോൾ സെമിനാറിന് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. സെമിനാറിനെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചു. അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സംഘടനകളുണ്ട്. സെമിനാർ നടന്നു കാണും. അപ്പോൾ സെമിനാറിന് മുമ്പും പിമ്പും ഒക്കെ വേറെ സംസാരിക്കാമല്ലോ. അല്ല, ഈ ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞൊക്കെ ചില സംഘടനകളൊക്കെ കാണുമല്ലോ. സത്യത്തിൽ ഇതിനൊക്കെ പല ഉദ്ദേശങ്ങളും ഉണ്ട് നമുക്ക്, വിദേശകാര്യ വകുപ്പിനും ഒക്കെ. കാരണം അവിടുന്ന് ചരിത്രകാരന്മാരെ, പണ്ഡിതന്മാരെയൊക്കെ ഓരോ രാജ്യത്തും അവിടെ പോയി പരിപാടി നടത്താം. അതെ, അങ്ങനെ പല പരിപാടികളുണ്ട്. ഫെബ്രുവരി 29 തീയതിയാണ് ഈ വൻലാൽ വേന മറ്റേ അരക്കൻ ആർമി നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അങ്ങോട്ട് 12 കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു അതിൻ്റെ ഉള്ളിലേക്ക്, റക്കീൻ സ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് അതിർത്തിയിൽ നിന്ന് ആണ് ഈ കലധാൻ പദ്ധതി ഉണ്ടല്ലോ നമ്മുടെ, ആ പദ്ധതിയുടെ കാര്യം എന്തായി എന്ന് നോക്കാൻ എന്ന മട്ടിലാണ് പോയത്. നരേന്ദ്രമോദി വിട്ടതാണ്. നമ്മുടെ പദ്ധതി അവിടെ നടക്കുന്നുണ്ടല്ലോ, ഇത് അമാന്തമാണോ, ഇത് തീവ്രമാക്കാനായിട്ട് എന്താണ് വഴി, ചർച്ച ചെയ്യാൻ വേണ്ടി പോയതാണ് എന്നൊക്കെ ചർച്ച അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ ഇതിൻ്റെ അല്ല, വാഴ നനയുമ്പോൾ ചീര നനയുമല്ലോ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടത്തുന്നത് ഇർക്കോൺ എന്ന് പറഞ്ഞ ഇന്ത്യൻ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നടത്തുന്നത്. അത് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരെയും കൂട്ടിയിരുന്നു കൂട്ടത്തിൽ. അദ്ദേഹം പോകുമ്പോൾ മറ്റേ പണിയുടെ മേൽനോട്ടമൊക്കെ വേണമല്ലോ. അപ്പോൾ കലിതാൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. റക്കീനിൽ നടക്കുന്ന സിത്വേ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് മിസോറാം വരെ എത്തുന്ന പാത. അപ്പോൾ കൽക്കട്ട തുറമുഖമായിട്ട് ഒരു കടൽപാത കൽക്കട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ടത്. ഇദ്ദേഹം ആദ്യം
അതിർത്തിയിലുള്ള ആസാം റൈഫിൾസ് മേധാവികളും പോരാളികളും ഒക്കെ ആയിട്ട് സംസാരിച്ചു. പോകുമ്പോൾ പല പരിപാടികൾ വെക്കണ്ടേ. അത് കഴിഞ്ഞ് സോറിൻ പൂയി ക്യാമ്പ് സന്ദർശിച്ചു. സോറിൻ പൂയി എന്ന് പറയുന്നത് മിസോറാമിലെ സ്ഥലമാണ്. അങ്ങോട്ടാണ് ഈ പാത സിത്വേ എത്തുന്നത്. ഈ സോറിൻ പൂയിലാണ് എത്തുന്നത്. അവിടെയാണ് നിർദ്ദിഷ്ട ഇൻഡോ മ്യാൻമാർ ബോർഡർ ട്രേഡ് സെൻറ്റർ ഈ സോറിൻ പൂയിലാണ്. ഈ ഇൻഡോ മ്യാൻമാർ എന്നൊക്കെ ഉള്ളത് ഇനി മാറ്റണമായിരിക്കും. ഇനി റക്കീൻ രാജ്യം വരും. അപ്പൊ ഇൻഡോ റക്കീൻ നമുക്ക് മൊത്തം മ്യാൻമാറുമായിട്ടൊന്നും വേണ്ടല്ലോ. റക്കീൻ രാജ്യമായിട്ട് ബുദ്ധമത രാജ്യമായിട്ട് മതിയല്ലോ. അങ്ങനെ വരും. പിന്നെ ലോങ് ത്ലായ് സോറിൻ പൂയി പാത, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ഇങ്ങോട്ട് പാത വരുന്നത്. 8 കിലോമീറ്റർ യാത്ര സോറിൻ പൂയിൽ നിന്ന് പലേത്വയിലേക്ക് അദ്ദേഹം നടത്തി. അത്രയും ദൂരം അവിടെ നിന്നുള്ളൂ. എന്നിട്ട് പണി സാവധാനമാണല്ലോ നടക്കുന്നതെന്നൊക്കെ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഈ പാതയുടെ പണി വേഗം പോരാ, കരാറുകാരുമായിട്ട് സഹകരിക്കണം എന്ന് അരക്കൻ ആർമിയോട് പറഞ്ഞു. ഇവിടെ ഈ കരാറൊക്കെ എടുത്തിട്ടുള്ള ആളുകളോടൊക്കെ നന്നായിട്ട് സഹകരിക്കണം, അവർ ദ്രോഹിക്കരുത്, നിങ്ങൾ ഈ സ്ഥലമൊക്കെ പിടിക്കുകയാണല്ലോ, ദ്രോഹിക്കരുത്. അപ്പോൾ അവർ വാക്ക് കൊടുത്തു, ഞങ്ങൾ ശല്യമൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്, ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, സുരക്ഷ അത് ഞങ്ങൾ കൊടുത്തോളാം എന്ന് ഈ MP-യോട് അവർ വാഗ്ദാനം ചെയ്തു. അപ്പോൾ വിദേശ മന്ത്രാലയമാണ് ഈ കലദാൻ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മേൽനോട്ടം അവർക്കാണ്. 4 ഘട്ടം ആണ് ആ പണി. ആദ്യം സിത്വേ തുറമുഖം അറ്റകുറ്റപ്പണി, അത് തീർന്നു. അത് കഴിഞ്ഞ് ചിം തുയിപ്പി നദിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന പാത, ആ പാതയുടെ പണിയും തീർന്നു. ആ നദി തുടങ്ങുന്നത് മിസോറാമിൽ നിന്നാണ്, എന്നിട്ട് മ്യാൻമാറിലേക്ക് പോവുകയാണ്. 2023 മെയ്യിൽ തുറമുഖം, ഈ സിത്വേ തുറമുഖം നമ്മുടെ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുറന്നു. അവിടെ പോയി. രണ്ടാമത്തെ ഘട്ടം 158 കിലോമീറ്റർ പലേത്വ സിത്വേ ജലപാത, അതും തീർന്നു. മൂന്നാമത്തെ ഘട്ടം 106 കിലോമീറ്റർ നിർദ്ദിഷ്ട സോറിൻ പൂയി പലേത്വ ഹൈവേ, അത് ആ പണിയിലാണ് ഇപ്പോൾ ഈ ദുർഘടങ്ങളുള്ളത്. ഇപ്പോൾ മറ്റേ പിടിച്ചിരിക്കുകയാണല്ലോ സ്ഥലങ്ങളുമൊക്കെ, അതുകൊണ്ട് ഇത് ഇത്തിരി സ്ലോയിലാണ് പോകുന്നത്. അങ്ങനെ സ്ലോ ആയതുകൊണ്ടാണ് MP അങ്ങോട്ട് വിട്ടത്, അതിൻ്റെ പണിയൊക്കെ മേൽനോട്ടം വഹിക്കാൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പോയി. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞും അദ്ദേഹം അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ബന്ധപ്പെടുകയും നമ്മളുടെ മധ്യസ്ഥത, പിന്നെ നമ്മൾ തായ്ലൻഡ് ചർച്ചകൾ, അങ്ങനെ അദ്ദേഹം അതിൻ്റെ മുമ്പിലുണ്ട്. 12 കിലോമീറ്റർ അദ്ദേഹം അകത്തേക്ക് പോയി. തെക്കൻ ചിൻ പ്രവിശ്യ അവിടെയും പോയി. പലേത്വയ്ക്ക് അടുത്ത് വെച്ചിട്ടാണ് അരക്കൻ ആർമിയുമായിട്ട് കൂടിക്കണ്ടതും സംസാരിച്ചതും. 7 പോരാളികളുമായിട്ടുള്ള ചിത്രമാണ്, അരക്കൻ ആർമിയിലെ 7 മുതിർന്ന പോരാളികളുമായിട്ടുള്ള ചിത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 2021 ഫെബ്രുവരിയിൽ ആങ് സാൻ സൂക്കിയെ കളഞ്ഞിട്ട് പട്ടാള ഭരണകൂടം പിടിച്ചല്ലോ. അന്ന് മുതൽ പട്ടാള ഭരണകൂടമാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് അവരുമായിട്ടാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ വേണമല്ലോ. മിസോറാം ആണെങ്കിൽ ചിൻ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ട്. മിസോറാം അവിടെ അത് ഒരേ ഗോത്രവർഗം. 32,221 അഭയാർത്ഥികൾ ചിൻ മിസോറാമിലുണ്ട് ഔദ്യോഗികമായിട്ട്. അല്ലാതെ ഒരു 50,000 പേര് വരുന്നതാണ് ഏകദേശം. 1,00,000 അടുത്ത് വരും. ഏതാണ്ട് 60 എന്നൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ടാവും. ചിറ്റഗോങ്ങിൽ നിന്ന് 1,100 പേര് അഭയാർത്ഥികൾ ഇവിടെ മിസോറാമിൽ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നും ഈ ഗോത്ര സ്വഭാവമുള്ള ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥം. അപ്പോൾ ചിൻ നാഷണൽ ഫ്രണ്ട് CNF അവരുമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരും ചില ഭാഗങ്ങളിൽ നമ്മുടെ ഈ പദ്ധതി അതിൻ്റെ ചിന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ പലേത്വ
പലേത്വ ആ. പലേത്വ നദീമുഖത്താണ് നമ്മുടെ ഒരു മറ്റൊരു തുറമുഖം ആ. ഇതിൻ്റെ ഒരു പോർട്ട് വരുന്നത്. അതെ, ഇപ്പോൾ ഈ പാത വരുന്നത് ആ. സിത്വയിൽ നിന്ന് പലേത്വയിലേക്ക് പാത വരുന്നുണ്ട്. അവിടെ നദിയിലൊരു പോർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കെ വൻലാൽ വേന. ഏതായാലും നമ്മൾ ഒരു സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോൾ അതിന് ആപ്റ്റായ ആൾ തന്നെ പോകണം. പിന്നെ അവരുടെ ഭാഷ അറിയണം, അവരുടെ ഗോത്ര സ്വഭാവത്തിലുള്ള ആളാവണം, അവർക്ക് ഞങ്ങളുടെ ആളാണെന്ന് ഫീൽ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ വന്ന് നോക്കുമ്പോൾ അവിടുന്ന് ഒരാൾ വരുന്നു, ഞങ്ങളെപ്പോലെ തന്നെ ഒരാൾ വരുന്നു. അപ്പോൾ കൂടുതൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റും. ഗോത്രത്തിൽ നിന്നുള്ള അതായത് അപ്പോൾ ഹൃദയം തുറന്ന് സംസാരിച്ചതിൻ്റെ ഫലം കണ്ട് തുടങ്ങുന്നുണ്ട്. അതെ, ആ സംഭാഷണങ്ങളൊക്കെ ധാരാളം മുന്നേറുന്നും ഉണ്ടാവും. അതെ, രഹസ്യമായിരിക്കും എന്നേ ഉള്ളൂ. അതെ അതെ. ഏതായാലും ഇതൊരു പുതിയ ഇൻഫർമേഷനാണ്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇന്ത്യ പോയി അരക്കൻ ആർമിക്ക് പിന്തുണ കൊടുത്ത് ബംഗ്ലാദേശിനെ തോൽപ്പിക്കാൻ ആയുധം കൊടുത്തൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. എവിടെ നമ്മളവിടെ തുറമുഖത്തിന്റെ പണിയിൽ കുറച്ച് അമാന്തം ഉണ്ട്, അതിന് നമ്മൾ ശ്രമിക്കുന്നു. അങ്ങനെ കരുതാവുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.